രണ്ട് അത് വീട്ടുകാർ തമ്മിലുള്ള അതിർത്തി തർക്കമാണ്. കുട്ടിയുടെ പേരൊന്നും പറയാൻ പറ്റില്ല. അപ്പം ആ വീട്ടിലെ നല്ല കാശുള്ള വീട്ടിലൊരു കുട്ടി, കൊച്ചുകുട്ടി, അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയുടെ അടുത്താണ് ട്യൂഷൻ പഠിക്കുന്നത്. ആ പഠിക്കുന്ന പയ്യൻ 9 വയസ്സുള്ള പയ്യൻ, പെൺകുട്ടിക്ക് 21 വയസ്സ്. അവൾ ട്യൂഷനൊക്കെ പഠിപ്പിച്ചോളൂ. അപ്പോൾ ഈ വീട്ടുകാർ തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. പിന്നെ എന്തോ ഒരു മതിൽ കെട്ടലിൻ്റെ കാര്യത്തിൽ അവർ തെറ്റി സമയത്ത് ഈ വീട്ടുകാർ കൊണ്ട് പരാതി കൊടുത്തു, ഈ പയ്യനെ ഈ കുട്ടി ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്ന്. ട്യൂഷൻ പഠിപ്പിക്കുന്നത് ഒരു ഡ്രോയിങ് റൂമിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ബട്ട് കേസെടുത്തു. ആ കുട്ടി നാട്ടിലും നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുന്നിലൊക്കെ പത്രത്തിൽ വാർത്ത വന്നു. ചെറിയ കുളമാണെങ്കിൽ ഒരു വാർത്ത വന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം കോടതി അത് കണ്ടുപിടിച്ചു. എവിടെ വെച്ചാൽ ട്യൂഷൻ എടുക്കുന്നത്? ട്യൂഷൻ ഡ്രോയിങ് റൂമിൽ വെച്ചിട്ട് എങ്ങനെയാണ് കുട്ടിയെടുത്ത് സെക്ഷലി കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ കയറി പിടിച്ചു എന്നാണ് പരാതി കൊടുക്കുന്നത്. എങ്ങനെയാണ് പിടിക്കുന്നത്? ഒരു ഡ്രോയിങ് റൂമിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പഠിപ്പിക്കുന്നതാണ് കുട്ടിയെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ സ്ത്രീകൾക്കെതിരെ വരുന്നുണ്ട്. വൈ ഷുഡ് മിഷൻ മെൻസ് കമ്മീഷൻ സപ്പോർട്ട്? അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം.